എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2019 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 69/2019. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. ഓപ്ഷൻ ബി കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഓപ്ഷൻ എ ജീവകം സി. ജീവകം സി ആണ് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഓപ്ഷൻ സി ഗവർണർ. ഗവർണറാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത്. ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ. ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ. ഓപ്ഷൻ ഡി മലയാളം. മലയാളമാണ് ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ. ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി യമുന. യമുന നദീ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം. ഓപ്ഷൻ എ ശുക്രൻ. ശുക്രനാണ് ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്ന നദി. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്ന നദി. ഓപ്ഷൻ എ കോങ്കോ. കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്ന നദി. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം. മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം. ഓപ്ഷൻ ബി 1983. 1983 മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായത്. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില. ഓപ്ഷൻ ബി 15 ഡിഗ്രി സെൽഷ്യസ്. 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ഓപ്ഷൻ ഡി സിക്കിം. സിക്കിമിലാണ് ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി. ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി. ഓപ്ഷൻ ഡി KC ജോർജ്. KC ജോർജ് ആണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. ഓപ്ഷൻ സി ചെമ്മീൻ. ചെമ്മീനാണ് പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകമേത്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ
വാതകം ഏത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം. ദീർഘചതുരാകൃതിയല്ലാത്ത ദേശീയ പതാകയുള്ള ഏകരാജ്യം. ദീർഘചതുരാകൃതിയല്ലാത്ത ദേശീയ പതാകയുള്ള ഏകരാജ്യം. ഓപ്ഷൻ ബി നേപ്പാൾ. നേപ്പാളാണ് ദീർഘചതുരാകൃതിയല്ലാത്ത ദേശീയ പതാകയുള്ള ഏകരാജ്യം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻ ബി ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം. ഓപ്ഷൻ എ 2. ലോക്സഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവർ 2 പേരാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ സി AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ഓപ്ഷൻ സി ദേവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം. ഓപ്ഷൻ ബി മാംസം. മാംസമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉമ്മൻചാണ്ടിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത്. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം. ഓപ്ഷൻ സി നാസിക്. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക് ആണ്. തമിഴ്നാട് മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ സി MK സ്റ്റാലിൻ. MK സ്റ്റാലിനാണ് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി. റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ്. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ്. ഓപ്ഷൻ സി M മുകുന്ദൻ. 2019 വള്ളത്തോൾ അവാർഡ് ജേതാവ് പോൾ സക്കറിയാണ്. 2019 ശേഷം വള്ളത്തോൾ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. 29ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ്. U ഷറഫ് അലിയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ. ഓപ്ഷൻ ബി പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാജീവ് കുമാറാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി. 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി. ഓപ്ഷൻ ബി നിമിഷ സജയൻ. 2023 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി വിൻസി അലോഷ്യസ് ആണ്. കേന്ദ്ര ധനകാര്യമന്ത്രി. കേന്ദ്ര ധനകാര്യമന്ത്രി. ഓപ്ഷൻ എ നിർമ്മല സീതാറാം. നിർമ്മല സീതാറാമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി. ഇന്ത്യയിലെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയിലെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻ ബി YV റെഡ്ഡി. ഇന്ത്യയിലെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയാണ്. സമത്വ സമാജം രൂപീകരിച്ചത്. സമത്വ സമാജം രൂപീകരിച്ചത്. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ്
സമത്വ സമാജം രൂപീകരിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്? ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം? കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം? ഓപ്ഷൻ എ 1911. 1911 കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയത്. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം? ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം? ഓപ്ഷൻ സി പന്മന. പന്മനയിലാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 4. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 4 വർഷമാണ്. UAE-യുടെ പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? UAE-യുടെ പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ബി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് UAE-യുടെ പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ സി കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയതാര്? സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയതാരാണ്? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത്. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ? നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ? ഓപ്ഷൻ ബി IC ചാക്കോ. IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം? പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ഇരവിപേരൂർ. ഇരവിപേരൂരിലാണ് പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം. 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം? 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം? ഓപ്ഷൻ ഡി അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠയാണ് 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി? ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. സ്റ്റെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഹൃദയം. സ്റ്റെന്റ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം? GPS വികസിപ്പിച്ചെടുത്ത രാജ്യം? ഓപ്ഷൻ എ അമേരിക്ക. അമേരിക്കയാണ് GPS വികസിപ്പിച്ചെടുത്ത രാജ്യം. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിലാദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിലാദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിലാദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ആ സമരത്തിൻ്റെ പേരാണ് വൈക്കം സത്യാഗ്രഹം. അടുത്തു വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.